ഹായ്. വീക്കെൻഡിൽ എവിടെ പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് അടുത്ത് എവിടെയെങ്കിലും പോവാം, വർക്കല പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ പോയത് ബീച്ച് സൈഡ് വഴിയുള്ള വഴി തന്നെയായിരുന്നു. 5 തെങ്ങെന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ വർക്കല. അതുകൊണ്ട് പോകാനും എളുപ്പമാണ്. ഞങ്ങൾ അവിടെ ഒരു ബ്ലാക്ക് ബീച്ച് റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടെന്ന്. അതിനെ റിസോർട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ച് റൂംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റൂംസൊക്കെ ഒരു ആവറേജ് ആണ്, പക്ഷേ കുഴപ്പമില്ല. ഒരു ദിവസത്തെ സ്റ്റേക്ക് നമുക്ക് എല്ലാ രീതിയിലും ഇനഫാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതായിരുന്നു ഞങ്ങളുടെ റൂം വരുന്നത്. അടുത്തൊക്കെ കുറച്ച് റൂംസൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പുറത്തൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൻ്റെ അവിടെ നിന്ന് വെളിയിലിറങ്ങി. ഇതുപോലെ ചെറിയ ഇരിക്കാനൊക്കെ ഉള്ള പ്ലേസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൺ ഡേ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത് 12 മണിക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം വൈകുന്നേരം ആയത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സൈഡിലൊക്കെ റൂംസാണ് വരുന്നിടത്ത്. ഇവിടെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൈഡിൽ ഹെറിറ്റേജ് രീതിയിലുള്ളൊരു കോട്ടേജ് ആയിരുന്നു. എനിക്കൊന്ന് അതൊരു ഡീലക്സ് ലെവലാണ്. ഞങ്ങൾ സ്റ്റാൻഡേർഡ് AC ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവർക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഇതും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഇവരുടെ പഴയ റെസ്റ്റോറൻറ്റ്. പക്ഷേ കടൽ എന്തോ ചെറിയ രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ചതുകൊണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അവിടെ ഓപ്പണിംഗ് അല്ല. ബീച്ച് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. നല്ല വ്യൂ ആണ്. നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൻ്റെ വഴിയൊന്ന് പോവാം. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാം, അതാണ് ബെറ്റർ ഓപ്ഷൻ. ആദ്യം നമുക്ക് തുടങ്ങേണ്ടത്. അങ്ങനെ ബീച്ച് സൈഡിൽ അടുത്ത് തന്നെ ഉള്ള ഒരു കഫേ കയറി ഒരു കോഫി വാങ്ങിച്ചു. കോഫിക്ക് 100 രൂപയായിരുന്നു. നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ സാധാരണ കോഫിയായിരുന്നു. പിന്നെ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ക്ലിപ്പിൽ കൂടെ നടക്കാം, കാരണം സൈഡിൽ കടലും കുറച്ച് ഷോപ്സുമാണ് നമ്മുടെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നത്. ഷോപ്സും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും 2-3 പ്രാവശ്യം കൂടെ വരണം എന്നുണ്ട്. അങ്ങനെ നടന്ന് മടുത്തപ്പോൾ ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു. ഒരു ക്യാൻഡി വാങ്ങിച്ചു, ഐസ് ക്യാൻഡി. വാട്ടർമെലൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് വിശക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഫിഷ് ഐറ്റം, വർക്കല വന്ന് ഫിഷ് ഐറ്റം ട്രൈ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഫിഷ് ഐറ്റം ട്രൈ ചെയ്യാം. അങ്ങനെ ക്രാബാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഞണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് മുകളിൽ കയറിയിരുന്നു. അവിടെ നിന്ന് ബീച്ച് വ്യൂ ഉണ്ട്. അങ്ങനെയായിരുന്നത്. അവർ മെനു ഒക്കെ കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കഫേയുടെ പേര് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബ്ലൂ മൂൺ കഫേ എന്നാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് ജസ്റ്റ് ഡ്രിങ്ക്സായിട്ട് ഒരു ലെമൺ ജ്യൂസും ഒരു മിക്സഡ് ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലെമൺ ജ്യൂസ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, കാരണം എനിക്കൊന്നും അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു, ഞാൻ കുടിച്ചില്ല. പക്ഷേ ഞണ്ട് കറി, റോസ്റ്റ് കറി വേണോ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഇനിയും പോയി ട്രൈ ചെയ്യണം എന്ന് തോന്നിയ ഒരു പ്ലേസാണ്. നല്ല ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളി. ഇവർ റൈസായിരുന്നു അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈസിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി തന്നെയാണ്. ഒരു സാലഡും റൈസും ഇത്രയും കൂടി ഇട്ടായിരുന്നു. ഇതിന് ഞങ്ങൾക്ക് ഒരു 600 രൂപയായിരുന്നു ആയത്. 600 രൂപയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ നല്ല വെർത്തായിട്ടുള്ള ഫുഡായിരുന്നു. അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറേ നേരം നടന്ന് കുറച്ചുകൂടെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ചോദിച്ചു വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അങ്ങനെ അടുത്തൊരു കഫേയിലാണ് കയറിയത്. അവിടുത്തെ മെനു ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഞങ്ങൾ അവിടെ നിന്നൊരു പിസയും 2 ഡ്രിങ്ക്സും, ഞാനൊരു ഷാർജയും പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒരു കോക്ടെയിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, 2 എണ്ണം. പിസ്സ ആവറേജ് ആയിരുന്നു. ഒരുപാട് ടേസ്റ്റ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാണാൻ പ്രസൻറ്റേഷനൊക്കെ നല്ലതായിരുന്നു. ടേസ്റ്റ് വൈസ് ആവറേജ് ആയിരുന്നു. ഡ്രിങ്ക്സ് കൊള്ളായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ളൊരു കഫേയാണ്. എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്യാം. ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തതിൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് എണീറ്റു, വിചാരിച്ചു കടലിൻ്റെ അങ്ങോട്ട് പോകാം. അങ്ങനെ ബ്ലാക്ക് ബീച്ചിൽ തന്നെ ചെന്നു. കുറച്ച് നേരം നിന്നു. കടലൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി കോഫി കുടിക്കാം, മോർണിംഗിൽ കോഫി കുടിക്കാം.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൈഡിലെ വ്യൂ ഒക്കെ ഇന്നലത്തെ നൈറ്റിനേക്കാളും ഭയങ്കര അടിപൊളിയാണ്. നൈറ്റും ഡേയും ഭയങ്കര ഡിഫറെൻ്റായി തോന്നി. നൈറ്റിൽ ഭയങ്കര തിരക്കും, ഡേ രാവിലെ ആയപ്പോൾ ആരുമില്ല. നല്ല വൈബുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു കഫേയിൽ തന്നെ കയറിയിട്ട് ഒരു ക്യാപ്പിച്ചീനോ പറഞ്ഞു. ക്യാപ്പിച്ചീനോ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. പിന്നെ കഫേയുടെ ആംബിയൻസും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. ഇതായിരുന്നു റൂം. ഒരു എ സി ഉള്ള സ്റ്റാൻഡേർഡ് എ സി റൂമായിരുന്നു. ഒരു ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ റൂമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വൃത്തിയുള്ളൊരു റൂം അത്രയേ ഉള്ളൂ. പിന്നെ റേറ്റ് എനിക്ക് കുറച്ച് കൂടിയ രീതിയിലാണ് തോന്നിയത്. പക്ഷേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ബാൽക്കണി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണി വ്യൂ എന്നൊന്നും പറയാനില്ല. പക്ഷേ പിന്നെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കടൽ കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളത് ഒരുപാട് വ്യൂ എന്നുള്ള രീതിയിലൊന്നും പറ്റത്തില്ല. എന്തായാലും റൂം ആവറേജാണ്. പക്ഷേ വന്ന ട്രിപ്പിൽ മൊത്തം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇനിയും വർക്കല ട്രൈ ചെയ്യാവുന്നൊരു പ്ലേസ്